ദേശാടന പക്ഷികളെ ക്രൂരമായി വേട്ടയാടി ചുട്ടു തിന്നുന്ന സംഘത്തിലെ 3 പേർ കോഴിക്കോട് പിടിയിൽ. തമിഴ്നാട് സ്വദേശികളാണ് പിടിയിലായത്. പക്ഷികളുടെ കണ്ണിൽ കമ്പി കുത്തിയിറക്കി അതിക്രൂരമായാണ് വേട്ടയാടിയിരുന്നത്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സമീർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, പ്രാവ്, അതുപോലെ അരണ്ട, കൊക്ക് എന്നിവയ്ക്കൊപ്പം ദേശാടന പക്ഷികളെയും വ്യാപകമായി വേട്ടയാടി ചുട്ടുതിന്നുന്ന സംഘമാണ് ഇപ്പോൾ കോഴിക്കോട് പിടിയിലായിരിക്കുന്നത്. കോഴിക്കോട് കൊടിയത്തൂരിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നേരത്തെയും ഇവിടെ ഇത്തരത്തിൽ ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ തൊഴിലാളികൾ ഇത്തരം പ്രവൃത്തികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അന്ന് പക്ഷേ അവരെ പിടികൂടിയപ്പോൾ അവരുടെ കൈവശം ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷികളോ വലയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിന്റെ പശ്ചാത്തലത്തിൽ പോലീസും വനംവകുപ്പും അവർക്കെതിരെ നടപടി സ്വീകരിക്കാതെ അവരെ വിട്ടുവഴിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇന്ന് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വേട്ട അവിടെ നടക്കുന്നുണ്ട് എന്നറിയുകയും നാട്ടുകാർ അവരെ പിടികൂടുകയും ചെയ്തു. അവർ വലിയ ക്രൂരതയാണ് ഈ പക്ഷികളോട് കാണിക്കുന്നത്. പക്ഷികളുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നു, അതായത് കമ്പിയും അതുപോലെ സൂചിയും ഒക്കെ കയറ്റിക്കൊണ്ട് കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയും പിന്നീട് ആ പ്രാവുകളെയോ അല്ലെങ്കിൽ മറ്റു പക്ഷികളെയോ അവരുടെ കാലിൽ ബന്ധിപ്പിക്കുകയും ചെയ്യും. ആ പ്രദേശത്ത് അതിനുശേഷം അവിടെ പ്രദേശത്ത് വലിയ രീതിയിൽ തന്നെ വല വിരിക്കുകയും ചെയ്യും. ഇങ്ങനെ ഈ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്ന ഈ പക്ഷികളെ അവർ കെട്ടിയിടും, അതിനെ ഒരു കെണിയാക്കി മാറ്റുകയും ചെയ്യും. അങ്ങനെ അവ ചിറകിട്ടടിക്കുമ്പോൾ മറ്റു പക്ഷികൾ അവിടേക്ക് വരികയും നേരത്തെ തന്നെ ഒരുക്കി വെച്ചിട്ടുള്ള വല വലിച്ച് കൂട്ടുന്നവർ കൂടെ വ്യാപകമായി പക്ഷികൾ അതിനകത്ത് കുടുങ്ങിപ്പോവുകയും ചെയ്യും. ഇങ്ങനെയാണ് അവർ വലിയ രീതിയിൽ പക്ഷികളെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സംഭവത്തിലാണ് ഇപ്പോൾ ഇന്ന് നാട്ടുകാർ ഇടപെടുകയും ഈ 3 പേരെ, തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള 3 പേരെ ഇപ്പോൾ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള മണികണ്ഠൻ, രാജേഷ്, രവി എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇവർ കോഴിക്കോട് പന്നിക്കോട് വാടകയ്ക്ക് താമസിക്കുകയാണ്. ആക്രി കച്ചവടം നടത്തുന്ന വ്യക്തികളാണ്. ഇവർക്കൊപ്പം 2 പേർ കൂടി ഉണ്ടായിരുന്നു. അവർ ഓടി രക്ഷപ്പെട്ടു. ഇപ്പോൾ പോലീസ് ഈ 3 പേരെയും വനം വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. ഇതിൽ വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളെ ഉൾപ്പെടെ ഇവർ പിടികൂടിയിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ വന്യജീവി സംരക്ഷണ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം ഇവർക്കെതിരെ കേസെടുക്കും എന്നാണ് വനം വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ 3 പ്രതികളും വനം വകുപ്പിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.